ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഫ്ലവറിൻ്റെ വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നു. അതിന് 2.5 mm ഹുക്കും ഒരു സിസറും മാത്രം മതി. 10 രൂപയുടെ നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഹുക്കിനെ മുകളിലത്തെ യാണിൻ്റെ ഉള്ളിലൂടെ അടിയിലത്തെ യാണിൻ്റെ ഉള്ളിലൂടെയും വലിച്ചെടുക്കുക. ഇപ്പോൾ ഇത് മാജിക് റിംഗ് ആയി. ഇനി ഇതിനെ നമുക്ക് ലോക്ക് ചെയ്യണം. അതിനായിട്ട് ഒരു സിംഗിൾ ക്രോഷി ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പെറ്റൽസാണ്. പെറ്റൽസിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സിംഗിൾ ക്രോഷി ചെയ്തെടുക്കണം. 1 2 3 4 5 6. ഇവിടെ 6 പെറ്റൽസാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ 6 പെറ്റൽസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ യാൺ ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അത് തന്നെ ഒന്ന് ലോക്ക് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ആ ഒരു സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കടത്തുക, പിന്നെ യാൺ ഓവർ, പിന്നെ യാൺ ഓവർ. അതിൻ്റെ മുകളിലേക്ക് 2 സിംഗിൾ ക്രോഷി ചെയ്തിട്ട് ആ ഒരു സ്പേസിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ആ സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ കടത്തുക, പിന്നെ നമ്മൾ വലിച്ചെടുക്കുക, വീണ്ടും ഹുക്കിനെ കടത്തി വലിച്ചെടുത്താൽ നമ്മുടെ 2 ഡബിൾ ക്രോഷി ഇവിടെ ചെയ്യാം. ഇനി 2 സിംഗിൾ ക്രോഷി ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ചുറ്റാതെ നമ്മൾ ആ സ്റ്റിച്ചിലേക്ക് കടത്തുകയും വീണ്ടും യാൺ ഓവർ ചെയ്ത് വീണ്ടും വലിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പെറ്റൽസ് ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ചെയ്യണം. ആദ്യം ആ സ്റ്റിച്ചിലേക്ക് 2 ഡബിൾ ക്രോഷി, 1, പിന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷിയും ചെയ്യാം. നമ്മൾ 2 ഡബിൾ ക്രോഷി ഇവിടെ ചെയ്തിട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 സിംഗിൾ ക്രോഷി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ലിപ്പ് സ്റ്റിച്ചിലേക്ക് കടത്തിയതിന് ശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ തുടർന്ന് ബാക്കിയുള്ള എല്ലാ പെറ്റൽസും ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 6 പെറ്റൽസാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 6 സിംഗിൾ ക്രോഷി നമ്മൾ ചെയ്തത്. എത്ര പെറ്റൽസാണോ നമുക്ക് ആവശ്യം അത്രയും സിംഗിൾ ക്രോഷി നമുക്ക് ചെയ്യാം. 5 പെറ്റൽസ് ആണെങ്കിൽ നമുക്ക് 5 പെറ്റൽസിനുള്ള സിംഗിൾ ക്രോഷി ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 6 സിംഗിൾ ക്രോഷിയും പെറ്റൽസും ഉണ്ടാക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള പെറ്റൽസും കൂടി ചെയ്തെടുക്കാം. ഓരോ പെറ്റൽസിൻ്റെയും ആ കറക്റ്റ് ആകൃതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ക്ലിയർ ആവാത്തോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പറയാം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും ഫസ്റ്റ് ക്രോഷി, സിംഗിൾ ക്രോഷി, ഡബിൾ ക്രോഷി, ഹാഫ് ക്രോഷി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ അയച്ചാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. എല്ലാ സ്റ്റിച്ചിലും നമ്മൾ 2 ഡബിൾ ക്രോഷി വീതം, പിന്നെ 2 സിംഗിൾ ക്രോഷി, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ച്, ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഒന്നും കൂടെ പറയാം. 2 ഡബിൾ ക്രോഷി, 2 സ്റ്റിച്ച് സിംഗിൾ ക്രോഷി സ്റ്റിച്ച്, പിന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും. ഈ ഫ്ലവർ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്രോഷി, സിംഗിൾ ക്രോഷി, ഡബിൾ ക്രോഷി അറിയുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും. പാറ്റേൺ തെറ്റിയാൽ ഇത് വേറൊരു രൂപത്തിലായിട്ട് മാറും. അതിൻ്റെ ആ ലീഫ് പെറ്റലിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടണമെന്ന് വരില്ല. പഠിക്കുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫ്ലവറാട്ടോ. ഈ ഫ്ലവർ നമുക്ക് ഉടുപ്പിൽ, ഹെയർ ബാൻഡിൽ എല്ലാത്തിലും വെക്കാൻ പറ്റും കേട്ടോ. ഈ ഫ്ലവർ ഉണ്ടാവൽ എന്താണെന്ന് എങ്ങനെയെന്ന് വെച്ചാൽ നടുവിലൊരു ചെറിയൊരു സർക്കിൾ വരും. പിന്നെ ആദ്യം മുമ്പിലും 2 ഡബിൾ ക്രോഷി ഉണ്ടാവും, അവസാനത്തിലും 2 ഡബിൾ ക്രോഷി ഉണ്ടാവും. പിന്നെ 2 സൈഡിലായിട്ടും 2 സിംഗിൾ ക്രോഷി നമ്മൾ 2 പ്രാവശ്യം അതും ഉണ്ടാവും. തുടക്കത്തിൽ ഇത് പഠിക്കുന്നവർക്ക് ഏറ്റവും ഈസി ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ
പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിനൊരുപാട് സാധനം വേണം എന്നുള്ള ഒരു കണ്ടൻ്റ് ഇല്ല. ഒരു കുറച്ച് നൂലും 10 രൂപയുടെ വൂളൻ ത്രെഡ് മേടിച്ചാൽ നമുക്കിത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്യാൻ പോവാണ്. കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻ്റെ സ്റ്റിച്ചസ്. ഇനി നമ്മൾ കെട്ട് എങ്ങനെയാണ് കെട്ടിടാന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ അതവിടെ കെട്ടായി. ഇനി ഒരിക്കലും അവിടെ നിന്ന് സ്റ്റിച്ചസ് ഇങ്ങനെ അഴിഞ്ഞു പോരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കയറ് ഒന്നും കൂടെ വലിച്ചു കൊടുത്താൽ ഓക്കെ. പിന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ നൂല്, നടുവിലുള്ള നൂല് അടിഭാഗത്തേക്കാക്കിയിട്ട് വെക്കണം എന്നുള്ള കാര്യം. അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി 2 സൈഡിലുള്ള നൂലും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ചെയ്യുമ്പോൾ തന്നെ റെഡി ആകുമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് ചെയ്യുമ്പോഴേക്കും നല്ല ബെസ്റ്റ് പെർഫെക്ഷനായിട്ട് കിട്ടുക കേട്ടോ. പെട്ടെന്നൊന്നും ഊരി പോരണ്ട എന്നുള്ള ഒരു രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇതിൽ കറക്റ്റ് ആ ഒരു ഷേപ്പിലും പെർഫെക്ഷനിലും കിട്ടിയിട്ടുണ്ട്. ലൈറ്റർ വെച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് അതൊന്ന് ശരിയാക്കി എല്ലാ ഭാഗത്തും അതിൻ്റെ ആ തൊപ്പകളും കാര്യങ്ങളെല്ലാം ഒന്നിടാക്കാം. ഇവിടെ ഞാനൊരു ഹാഫ് ബീഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ കൊടുക്കണമെന്നില്ല. ബൈ.